Nimshas kitchen സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ബൂന്തി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സ്വീറ്റ് ബൂന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് കടലമാവ് ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ട്ടോ. ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ, വളരെ കുറച്ച് അളവിൽ തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒരുപാട് അളവിൽ ഒഴിക്കരുത്. ഇതിന് നമുക്കൊരു ബാറ്റർ ആക്കി എടുക്കാം. ഈ ബാറ്റർ ഒരുപാട് തിക്കാവും ചെയ്യരുത്, അതുപോലെ ഒരുപാട് ലൂസാവും ചെയ്യരുത് കേട്ടോ. ലൂസായാലും തിക്കായാലും ബൂന്തി കറക്റ്റായിട്ട് വരില്ല. വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കണില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ബാറ്റർ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കണം. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് തിക്കാവരുത്. ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡയുടെ അളവ് ഒരിക്കലും കൂടരുത്. ബേക്കിംഗ് സോഡ ചേർക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ നിങ്ങൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഈ ബാറ്റർ ഇതുപോലെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നില്ല. ബേക്കിംഗ് സോഡ ചേർത്ത പോലെ തന്നെ എന്താ പറയുക, നല്ല ടെക്സ്ചറായിട്ട് തന്നെ വരും. 1 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബേക്കിംഗ് സോഡ ചേർക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവിടെയും ആവണം ബേക്കിംഗ് സോഡ. ഇപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം എണ്ണ ഉണ്ടായിരിക്കണം ഇതിൽ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം ഇതുപോലൊരു തവിയാണ് കേട്ടോ. ഇതുപോലെ ഹോൾസ് ആയിട്ടുള്ള തവി. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള തവികളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഹോൾസ് ആയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പാത്രം ഇതുപോലെ ഹോൾസ് ആയിട്ടുള്ളത്, അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു തവിയാണെന്ന് മാത്രം. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ. എണ്ണ കറക്റ്റായിട്ട് ചൂടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് മുകളിലേക്ക് പൊങ്ങി വന്നുണ്ടെങ്കിൽ എണ്ണ കറക്റ്റായിട്ട് ചൂടായെന്ന് അർത്ഥം. ഇപ്പോൾ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തവി ഉണ്ടല്ലോ, ഇത് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. അതിന് ശേഷം ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ, ഡയറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ബോൾസ് ആയിട്ട് വരും. ഇതുപോലെ നീക്കി നീക്കി പിടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പോലെ ആ ഭാഗത്ത് വരും. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയ്ക്ക് അനുസരിച്ച് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, എണ്ണ ഒഴിച്ചതിനേക്കാളും കൂടുതലൊരളവിലും ഇത് ഒഴിച്ചു കൊടുക്കണ്ട, ഇത് മതി. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് കോരി മാറ്റണം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വരരുത്. പിന്നെ തീരെ കുക്കാവാതെ ഇരിക്കരുത്. തീരെ കുക്കാവാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതന്നെ മതി. ഞാൻ കോരി മാറ്റണം. ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ലഡു ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആക്കി എടുക്കില്ല. ഈ ഒരു സ്റ്റെപ്പൊക്കെ ലഡുവിനും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ലഡുവിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബൂന്തി റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ബൂന്തി തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ ഒരു തവി ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. തുടച്ചോ അല്ലെങ്കിൽ കഴുകി എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കളഞ്ഞെടുക്കണുണ്ടോ, അല്ലെങ്കിൽ ഈ ബൂന്തിയുടെ ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല. കണ്ടില്ലേ, ഇത് ഇതുപോലെ ഇരിക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നീക്കി 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 ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓവർഫ്ലോ ആവാതെ നോക്കുക.
ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീക്കി നീക്കി പിടിച്ചാൽ മതി, കറക്റ്റായിട്ട് തന്നെ വരും. ഇനി പെട്ടെന്ന് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ഒരുപാട് ക്രിസ്പി ആയി കഴിഞ്ഞാലേ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യില്ല കേട്ടോ. ഇത് മതി, കോരി മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ലൂസാവേ കുറച്ച് തിക്കാവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കടലമാവ് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ബാറ്റർ ആവേണ്ടത്. ഇത് മതി, ഞാനിനിപ്പോൾ കോരി മാറ്റുകയാണ്. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കാണിക്കാം. 1 കപ്പ് കടലമാവ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ബൂന്തി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. പിന്നെ ഞാനൊരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 നുള്ള് അത്രേ തന്നെ മതി, ഒരുപാട് അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വരും, അപ്പോൾ നന്നായിട്ടുണ്ടാവില്ല. മാക്സിമം ഇത്ര തന്നെ ചേർത്താൽ മതി, ഒരു 2 നുള്ള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഇനി ഈ പഞ്ചസാര നല്ലപോലെ തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ. ഇത് നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈമ എടുത്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടണം. പക്ഷെ ഒരു നൂൽപ്പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പത്തെ ഒരു സ്റ്റേജാണ് ആവേണ്ടത്, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിക്ക് മുമ്പത്തെ ഒരു സ്റ്റേജ്. ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ. ഇതിലിപ്പോൾ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി തന്നെയാണ്. ഇത് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ആയി വരുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ അളവിലൊക്കെ വരെ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തപ്പോൾ കണ്ടോ കളർ മാറിയുന്നത് കണ്ടോ. നാരങ്ങ നീരിൻ്റെ അളവ് കൂടരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റലൈസ് ആയിട്ട് മാറും. സാധാരണ നമ്മൾ ഗുലാബ് ജാമുനും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നല്ല യെല്ലോ കളറായി മാറി. ഇപ്പോൾ ഇത് കണ്ടില്ലേ കറക്റ്റായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റായി വന്നു നോക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴേ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടി വരണം. ഇത് മതി. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റേജസ് മാറി മാറി വരും. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത് മതി. നമുക്ക് ഇതിലേക്ക് ഈ ബൂന്തി ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലഡു തയ്യാറാക്കി എടുക്കണേന്ന് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പിൽ ഈ ബൂന്തി നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായിട്ട് വരണം. ആ സമയം കൊണ്ട് ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇതിലേക്ക് ഞാനിനിപ്പോൾ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും ചേർത്ത് കൊടുക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ സോക്കായിട്ട് വരും. ഈ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് വീണ്ടും അടച്ചു വയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെച്ചാൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് തന്നെ വരും. ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
എന്ന് കാണിക്കാം. കണ്ടില്ലേ, ശരിക്കും ഷുഗർ സിറപ്പ് ഉള്ളിൽ നന്നായിട്ട് തന്നെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ചില അമ്പലങ്ങളിൽ നിന്നൊക്കെ പ്രസാദമായിട്ടൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ ബേക്കറീസിലും അവൈലബിൾ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾക്കെന്ന് മാത്രമല്ല, മധുരം ഇഷ്ടപ്പെടുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.